ഇനി രണ്ട് പട്ടിണി ഗാനങ്ങളാണ്. ആദ്യം, ആരോഗ്യ പദ്ധതികൾ ഒന്നും നിർത്തരുതെന്നാവശ്യപ്പെട്ട മുൻ ആരോഗ്യമന്ത്രി VS സുകുമാർ സ്വന്തം ആരോഗ്യത്തെ തൃണവൽക്കരിച്ച് 6 മണിക്കൂർ പട്ടിണിയടക്കാൻ ശ്രമിക്കുന്നു. ജീവിതമാണ്, ഉപദ്രവിക്കരുത്. ദേഷ്യം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം. മാളൂര് കാണുമ്പോൾ നേരെ നിൽക്കണം, മേലോരെ കാല് തൊട്ട് തലയിൽ വെക്കണം. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. ഒരു കാര്യവും ചെയ്യാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. അധ്വാനിക്കുന്ന, ഭാരം ചുമക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ പാവപ്പെട്ട രോഗികളുടെ ദീനരോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് ഈ ഗാന്ധിയൻ മാതൃകയിലുള്ള ഈ സമര പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന, ഈ ഉപവാസത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരായ ശ്രീ ശിവകുമാറിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് ഈ ഉപവാസ പരിപാടി ഉദ്ഘാടനം ചെയ്താൽ ഞാൻ അറിയിക്കുന്നു. നമസ്കാരം. ജയ്. പണ്ടൊക്കെ ജനങ്ങൾ തോളിലേറ്റുമ്പോഴാണ് നേതാക്കൾ ഉയരങ്ങളിലെത്തിയിരുന്നത്. അതൊക്കെ പണ്ട്. ഇപ്പൊ ഇങ്ങനെ സ്വയം ഉയർത്തേണ്ടി വരും. ഇനി കൊച്ചിയിൽ ഒരു ദൈവദൂതൻ നടിമാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പട്ടിണി കിടക്കുകയാണ്. എല്ലാ രക്ഷകന്മാർക്കും ഡിങ്കൻ ഉൾപ്പെടെ വിശപ്പ് ഒരു പ്രശ്നമേ അല്ല. അന്തം വിട്ടു നോക്കി ഗ്രാമമാകെ എങ്ങൊന്നിന വന്ന ദൈവദൂതൻ തലോടലാലി നീറ്റിലോളമാല കെട്ടും കാറ്റിനാൽ അലർച്ച മാറ്റിനാടിനെന്തു പൊന്നുമെന്നു വന്നിടോ വിളിപ്പുറത്ത് തിച്ചു നിൽക്കും ഉജ്ജ്വല പ്രഭാവമേ വരൂ വരൂ തുടിക്കും ആത്മവീര്യമേ. സ്ത്രീ സുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനും വേണ്ടി 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നിരാഹാര സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുഹൃത്ത് PT തോമസ്. നിന്റെ വിഷമം എനിക്കറിയാം, പക്ഷെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനെങ്കിലും നീ ഇറങ്ങണം. കാണാൻ എന്തു രസം, കണ്ടാൽ കണ്ണിറയും കർമ്മം കൊണ്ടു കൈവന്നതായി. നിരാഹാര സമരം ഉദ്ഘാടനം എന്നുള്ളത് നമുക്കറിയാം, അതിന് അങ്ങനെ ഒരു പ്രത്യേക രൂപമൊന്നുമില്ല. നിരാഹാരം നടത്തുക എന്നുള്ളത് തന്നെയാണ്. സാരമില്ല രമണ മുതലാളി. കാണാൻ എന്തു രസം, കണ്ടാൽ കണ്ണിറയും കർമ്മം കൊണ്ടു കൈവന്നതായി. നോട്ട് നിരോധിച്ച് 50 ദിവസം കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് അവലോസുണ്ട വരുമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നമ്മളെയെല്ലാം പറ്റിച്ചപ്പോൾ അത് ഏറ്റുപറഞ്ഞ കുറേ BJP നേതാക്കളും സാമ്പത്തിക ബുദ്ധിജീവികളും ഇപ്പോൾ എവിടെയാണോ എന്തോ. 500ഉം 1000ഉം ആവിയായിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. 100 ദിവസം കഴിയുമ്പോൾ ഗ്യാസിൻ്റെ കാര്യത്തിലും അരിയുടെ കാര്യത്തിലും വില കൂടി. എന്തിന്? മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് വരെ കോടികൾ വിലയിട്ടു. ആരെങ്കിലും നമ്മുടെ തലയ്ക്കും കുറച്ചുകൂടി വിലയിടുമെന്ന് പ്രതീക്ഷിച്ച് നിർത്തുന്നു. തരികിടകൾ ഒന്നും ആരും ചോർത്തിയില്ലെങ്കിൽ അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.